ലോക ഫൈനൽ ആവേശത്തോടെയാണ് മലയാളികൾ കണ്ടത്. മുക്കിലും മൂലയും ആളുകൾ തത്സമയം കാണുന്നുണ്ടായിരുന്നു, ഉറക്കമുളച്ചിരുന്ന് കാണുക. കേരളം ഇപ്പോൾ ഉറങ്ങുന്നു വേണമെങ്കിൽ പറയാം ആ മത്സരം കഴിഞ്ഞിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? നേരിട്ട് കാണുകയും ചെയ്തല്ലോ, ജനങ്ങൾക്കിടയിൽ നിന്ന് കളി കണ്ടല്ലോ. അല്ല, എല്ലാവരും വലിയ ആവേശത്തിലാണ് ഫൈനലിനെ വരവേറ്റത്. ഇവിടെ തന്നെ സർക്കാർ തന്നെ സ്കൂളുകൾക്കും കോളേജുകൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ച് കുട്ടികൾക്കൊക്കെ തലേന്ന് രാത്രി ഉറക്കം വിളിച്ചിരുന്ന് കളി കാണാനുള്ള അവസരം കൂടി കൊടുത്തു. നമ്മൾ നേരത്തെ തന്നെ സൗജന്യമായി കളി കാണുന്നതിന് വേണ്ടി ഈ സ്ട്രീമിംഗ് നടത്തുന്നതിനൊരു വിലക്കുണ്ടായിരുന്ന സമയത്ത് അതിൻ്റെ എക്സ്ക്ലൂസീവ് ലൈസൻസ് ഉണ്ടായിരുന്ന ഈഗിൾ FC ക്ലബ്ബുമായും അതോടൊപ്പം തന്നെ സി ചാനലുമായും അവരെല്ലാം ഫിഫയുടെ കൂടി അപ്രൂവലോട് കൂടി തന്നെയാണ് എല്ലാ മേഖലകളിലും സ്ക്രീനിങ് ചെയ്യുന്നതിനുള്ള സൗകര്യം കൂടി ഉണ്ടായി. അപ്പോൾ സർക്കാർ 2 തവണ ഈ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഇടപെടൽ നടത്തി. ഒന്ന് കളി കാണുവാനും ഉള്ള റോഡ് സൈഡുകളിലും ക്ലബ്ബുകളിലൊക്കെ കളി കാണിക്കുവാനുള്ള സ്ക്രീനിങ് ചെയ്യുന്നതിനും, 2 ഫൈനൽ കാണുന്നതിന് കുട്ടികൾക്ക് മുടക്കം കൊടുക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഒക്കെ ഒരു ഇടപെടൽ നടത്തി. പക്ഷേ ആ ഒരു ഇടപെടൽ അർജൻറ്റീനയുടെ ഭാഗത്തുനിന്ന് വന്നില്ല എന്നുള്ള ട്രോളുകളാണ് രാവിലെ മുതൽ. അപ്പോൾ എനിക്ക് രാവിലെ കുറേ മെസ്സേജൊക്കെ കിട്ടി, നിങ്ങൾ പ്രഖ്യാപിച്ച ടീം എന്തായാലും തോറ്റല്ലോ എന്നൊക്കെ പറഞ്ഞു. ഫൈനലിൻ്റെ നിലവാരത്തിലേക്ക് അങ്ങോട്ട് അർജൻറ്റീന ടീം കൂടി ഉയർന്നു എന്ന് ചോദിച്ചാൽ അതൊരു പക്ഷേ ഇല്ല എന്ന് പറയേണ്ടതായിട്ട് ഒരു ഏകപക്ഷീയമായി നിരാശയുണ്ടോ? നിരാശ ഒരു ഏകപക്ഷീയമായ ഫൈനലായതിൻ്റെ ഒരു സ്പോർട്സ് മത്സരത്തിൽ കാര്യങ്ങൾ എടുക്കാം. അർജൻറ്റീനയുടെ ടീം അതാണ് ഞാൻ പറഞ്ഞത്. രാവിലെ മുതൽ കുറേ മെസ്സേജിലൊക്കെ കിട്ടുന്നുണ്ട്, വെളുപ്പിനെ കുറേ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് കളി കാണാൻ വേണ്ടിയിട്ട് സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, പക്ഷേ നമ്മുടെ കളിക്കാരെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് എന്താ ചെയ്യുന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം. അത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ സ്കൂളുകൾക്ക് അവധി കൊടുത്തതിനെ വിമർശനാത്മകമായി പറയുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട് സ്വാഭാവികമായിട്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം CM-ൻ്റെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ ഒരു തീരുമാനം വന്നത്. ഉൾക്കൊള്ളുന്നു. അല്ല, ആ വിമർശനത്തൊക്കെ ഉൾക്കൊള്ളുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളുടെയൊക്കെ ചിന്തകളും അവരുടെയൊക്കെ ഇടപെടലിലൊക്കെ വഴിമാറിപ്പോയ ഒരു കാലത്ത് വേൾഡ് കപ്പ് പോലെ ഒരു ലോകം മുഴുവൻ കൊണ്ടാടുന്ന ഒരു ഫുട്ബോൾ മത്സരം നടക്കുമ്പോൾ അത് കാണാനുള്ള അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഏറ്റവും മികച്ചത് കാണുമ്പോൾ ഏറ്റവും മികച്ചതായി മാറാനുള്ളൊരു മനോഭാവം അവരിലും വളർന്നു വരണമല്ലോ. അതുപോലെ തന്നെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെ ഭാഗമായി എല്ലാവരും ആസ്വദിക്കുന്ന ഫുട്ബോൾ പോലെയുള്ള സംഗതികളിലൊക്കെ കുറേ കൂടിയൊക്കെ ചെറുപ്പക്കാരൊക്കെ ഇതിൻ്റെ ഭാഗമാക്കി എടുക്കാൻ വേണ്ടി കഴിഞ്ഞാൽ നമുക്ക് കായിക മേഖലയിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാനൊക്കെ കഴിയും. നമുക്ക് ടാലൻറ്റുകളുണ്ട്, ടാലൻറ്റുകൾ കൊണ്ടുവരണം. ബജറ്റിലൊരു ഫുട്ബോൾ സ്റ്റേഡിയം പ്രഖ്യാപിച്ചിട്ടുണ്ട് മലബാറിൽ. അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്നത്തേക്ക് തുടങ്ങും? എന്താണ് അതിൻ്റെ ഒരു അല്ല, അതിൻ്റെ അത് എവിടെ വേണമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഡിസ്കഷൻസൊക്കെ നടക്കുന്നേ ഉള്ളൂ. അതിൽ ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട്. സ്ഥലത്തിൻ്റെ അവൈലബിലിറ്റി, അതുപോലെ തന്നെ സ്ഥലം ഏത് ഭാഗത്തായിരിക്കണം, യാത്രാ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചതിന് ശേഷം തീരുമാനമെടുക്കേണ്ടതാണ്. അത് വളരെ അധികം വൈകാതെ തന്നെ അതിൻ്റെമായി ബന്ധപ്പെട്ട പ്രാഥമിക കാര്യങ്ങളിലേക്ക് നീങ്ങാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്ഥലം തീരുമാനിക്കും. സ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടതുണ്ട്. മലബാറിൽ എവിടെ വേണമെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ തന്നെ പല ചർച്ചകളും നടക്കുന്നുണ്ട്. അർജൻറ്റീനയുടെ നിരാശ മനസ്സിലുണ്ടെങ്കിൽ പോലും നമ്മുടെ കായിക കേരളത്തിന് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു തിങ്കിങ്ങുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും കായിക കേരളത്തിന് വേൾഡ് കപ്പ് ഒരു വലിയ ഉണർവ് നൽകാനുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. തീർച്ചയായിട്ടും അർജന്റീന തോറ്റൊരു നിരാശയുണ്ട്, പക്ഷേ കായിക കേരളത്തിന് ഞാൻ ജർമ്മനിയായിരുന്നു, ആദ്യം തന്നെ തോറ്റു. അപ്പോൾ ഇന്നലെ സ്പെയിനായിരിക്കും പിന്തുണ പ്രഖ്യാപിച്ചത്. ഭയങ്കര സ്പോർട്സ്. തീർച്ചയായിട്ടും കായിക കേരളത്തിന് വേണ്ടി ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ ഉണ്ടെന്നാണ് പറയുന്നത്. മലപ്പുറത്തെ ഫുട്ബോൾ സ്റ്റേഡിയം സംബന്ധിച്ചുള്ള തീരുമാനം ഉടൻ ഉണ്ടാകും. എവിടെയാണ് ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കുന്നത് സംബന്ധിച്ച് തീരുമാനം ഉണ്ടാകുമെന്നാണ് കായിക മന്ത്രി ജനേഷ് പറഞ്ഞിരിക്കുന്നത്. ആന്റണി ക്രിക്കറ്റിനൊപ്പം SR ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.